ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രേഷിത ദൗത്യമാണ്. ഉദ്ധിതനായ ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്കൊരു ദൗത്യം നൽകുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ അവിടുന്ന് ഇപ്രകാരം ശിഷ്യന്മാരോട് പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യമാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല വിശേഷം എന്നാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യരക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് അയച്ചു. അവിടുന്ന് നമുക്കൊരോരുത്തർക്കും വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് നമ്മെ വീണ്ടെടുത്തു. ഇതാണ് ആ രക്ഷാകരമായ സംഭവം. ഇത് പ്രഘോഷിക്കാനാണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരാളെ പറ്റി പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അയാളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ശിഷ്യന്മാർ 3 വർഷത്തോളം യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങി. എങ്കിലും യേശു വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയമായിരുന്നു. പലരും പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോഴൊക്കെ അവർ സംശയം പ്രകടിപ്പിച്ചു, അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു: പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ശിഷ്യന്മാരുടെ ഇടയിൽ താൻ മരിച്ചുപോയ ഒരു ദൈവമല്ല, ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്ന ഉറച്ച ബോധ്യം നൽകിക്കൊണ്ട് ഈശോ അവരെ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് അവരെ അയക്കുക. ശിഷ്യന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാര്, കർദിനാൾമാര്, മെത്രാന്മാര്, വൈദികര്, അതുപോലെ തന്നെ അൽമായരായ നമുക്ക് ഓരോരുത്തർക്കും വചനം പ്രസംഗിക്കുവാൻ കടമയുണ്ട്. 1 കൊരിന്തോസ് 9:16 പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ അയാളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ അയാളുടെ ആ പ്രവൃത്തി മൂലം അയാളുടെ കുടുംബത്തിന് ദുരിതമാണ്. എന്നതുപോലെ തന്നെ നാം സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കടന്നു വരും. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10-ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പഠിക്കുന്ന സമയത്ത് വികാരിയച്ഛനോട് പിണങ്ങി പള്ളിയിൽ നിന്നും വേദപാഠ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോന്നയാളാണ്. പിന്നീട് 42 വയസ്സുവരെ വിശ്വാസരഹിതമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത്. ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് ഒരു കാര്യങ്ങളും, പള്ളിയിൽ പോകുക ഒന്നുമില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എനിക്ക് 1-ാം സ്ഥാനം ആരോഗ്യമായിരുന്നു. ആരോഗ്യത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് പാലായിൽ ഞാൻ പോലീസിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2-ാം നില പെട്ടെന്ന് കയറിപ്പോയപ്പോൾ നടുവിൻ്റെ വലതുഭാഗത്തൊരു വേദന തോന്നി. കളരി ഗുരുവിൻ്റെ അടുത്ത്, എന്നെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ചതവാണെന്ന് പറഞ്ഞ് തടി കൊണ്ട് ഉരുട്ടി എൻ്റെ 4-5 ഡിസ്കുകൾ പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നുപോയി. ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ വിദഗ്ധരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താലും ഉറപ്പില്ല, മാത്രമല്ല എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും നടക്കുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ കട്ടിലിൽ കിടന്നു 9 മാസം വരെ. ആ കിടപ്പ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ആദ്യമായി എറണാകുളം ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിൽ 2005 ഞാനൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിലൂടെ ഞാൻ പൂർണ്ണമായും ഈശോയെ അറിഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മാത്യു എന്ന പേരുള്ള ഒരാളുടെ നടുവിന് കർത്താവ് സൗഖ്യം നൽകുന്നു. ഞാനത് വിശ്വസിച്ചു പോന്നു. പിന്നീട് ഈ സമയം വരെ എൻ്റെ നട്ടെല്ലിൽ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല.
അല്ലാതെ തന്നെ കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകി. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ലാത്തയാളാണ്. പ്രത്യേകിച്ച് ദൈവവചനം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ വചനം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സാക്ഷ്യം പറയുന്നത് അസിസിയിലാണ്. അവിടെ കരിസ്മാറ്റിക് സോണിൻ്റെ നേതൃത്വത്തിൽ നടന്ന രാത്രി ആരാധനയിൽ അന്നത്തെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തിലച്ഛനാണ് എന്നെ സ്റ്റേജിൽ കയറ്റിയത്. അവിടെ ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞു. പിന്നീട് കരിസ്മാറ്റിക്കിൻ്റെ തന്നെ വചനദീപ്തി ധ്യാനങ്ങളിൽ, ദേവാലയങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം താബൂറിലേക്ക് കടന്നു വന്നു. ഇവിടെ സാക്ഷ്യം പറയാൻ തുടങ്ങി. 2017 ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വഴിയോരങ്ങളിലേക്ക് കടന്നുപോയി അവിടെ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുവാൻ ഇടയായിട്ട് ഒരു 6ഓളം ജില്ലകളിൽ സുവിശേഷം പ്രസംഗിച്ച് ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഒരു വചനം വരുന്നു. സങ്കീർത്തനം 119:67. കഷ്ടതയിൽപ്പെടുന്നതിന് മുമ്പേ ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഞാനിപ്പോൾ അങ്ങയുടെ വചനം പാലിക്കുന്നു. സങ്കീർത്തനം 119:71. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. എൻ്റെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളുമാണ് ഈശോയെ ഏറ്റുപറയുവാൻ എനിക്ക് ഇടം നൽകിയിട്ടുള്ളത്. അതുപോലെ ഞാനൊരിക്കൽ കോട്ടയിൽ ധ്യാനത്തിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം കിട്ടി. റോമ 9:17. ഞാൻ വചനം എടുത്തു നോക്കി. വിശുദ്ധ ലിഖിതം ഫറവോയോട് പറയുന്നു, എൻ്റെ നാമം ലോകം മുഴുവൻ ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. പുറപ്പാട് 9:16 തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഈ വചനം കിട്ടിയപ്പോൾ ഞാനത് വിശ്വസിച്ചു. ഞാൻ ജീവിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. അങ്ങനെയാണ് ഞാൻ കോട്ടയിലേക്ക് ധ്യാനത്തിന് പോയി. അവിടെ ഒരു മേരി ടീച്ചറുണ്ട്. ടീച്ചറുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ടീച്ചറോട് ഞാനൊരു മെസ്സേജ് ചോദിച്ചു. അപ്പോൾ ടീച്ചർ എനിക്ക് തന്ന വചനം റോമ 9:17. എനിക്ക് അതിശയമായി. എനിക്ക് ദൈവം തന്ന വചനം തന്നെ ടീച്ചറും പറഞ്ഞു. അന്ന് അവിടെ കൗൺസിലിങ്ങിനായിട്ട് ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി എനിക്ക് തന്ന വചനം റോമ 9:17. എൻ്റെ സഹോദരങ്ങളെ, ഞാനത് വിശ്വസിച്ചു. എന്നെ ജീവിക്കാൻ കർത്താവ് അനുവദിച്ചത്, ഈ കിടക്കയിൽ നിന്നും എന്നെ ഉയർത്തിയത് യേശുവാണ് ഏകരക്ഷകനെന്ന് ഞാൻ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ജീവിതത്തിൽ എൻ്റെ മാനസാന്തരത്തിന് ശേഷം ഞാൻ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യുന്നു. എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയോടും ഞാൻ യേശുവിനെ പറ്റി പറയും. ഒരു കടയിൽ കയറിയാൽ അത് ക്രിസ്ത്യാനിയാണോ, ഹിന്ദുക്കളാണോ, മറ്റു മതസ്ഥരാണോ എന്ന് എനിക്ക് വ്യത്യാസമില്ല. യേശു നേടിത്തന്ന രക്ഷയെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ യേശുവിനെ പറയേണ്ടത്? എന്താണ് യേശുവിനെ പറയേണ്ട ആവശ്യകത? റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം 23 പാപത്തിന്റെ വേദന മരണമാണ്. ആദവും ഹവ്വായും ചെയ്ത പാപത്തിന്റെ വേദനം എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ മരണമാണ്. ഈ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരാൾ മനുഷ്യരുടെ പാപം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യന് പകരം മരിക്കണം. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് എല്ലാ മനുഷ്യരുടെയും, ഇവിടെ ജാതി മതമൊന്നുമില്ല, ആദം മുതൽ അവസാനം വരെയുള്ള സകലരുടെയും പാപം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പകരം കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മെ വീണ്ടെടുത്തു രക്ഷിച്ചു. ഈ സത്യം നാം മറ്റുള്ളവരോട് പറയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് രക്ഷ. മറ്റാരും, നമുക്കറിയാം എത്രയോ മതങ്ങൾ ഈ ലോകത്തുണ്ട്, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവരുമുണ്ട്. മറ്റൊരു ദൈവങ്ങളും മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് നമുക്ക് പകരം മരിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടില്ല, മരിച്ചിട്ടുമില്ല. അതുകൊണ്ട് യേശുവിനെ പറ്റി നാം പറയണം. യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് അവർക്ക് രക്ഷ കൈവരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു,
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളൊരിക്കൽ ഇടുക്കി ജില്ലയിലെ വെൺമണി എന്ന സ്ഥലത്തേക്ക് തെരുവ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അങ്ങനെ വെൺമണിയിൽ വെച്ച് എൻ്റെ സുഹൃത്ത് വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ശുശ്രൂഷ കൂടിയുണ്ട്. ഞങ്ങൾ ഭവനത്തിലൂടെ കടന്നു ചെന്ന് വചനോത്സവം ഫ്രീ ആയിട്ട് കൊടുക്കും. പുതിയ നിയമം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നൽകും. അങ്ങനെ ഞങ്ങൾ കടകളിലൂടെയും വീടുകളിലൂടെയൊക്കെ വചനോത്സവം കൊടുത്തു. തിരികെ വരുന്ന സമയത്ത് ഒരാൾ അവിടെ വചനം കേട്ടുകൊണ്ട് നിൽപ്പുണ്ട്. വചനം പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ജോബി എന്ന് പറയുന്നയാളാണ് ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ബൈക്കിൽ കടന്നു വരുന്ന സമയത്താണ് ഈ വചന പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ നോട്ടവും നിപ്പും എല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹം എതിർക്കാൻ വന്ന ഒരാളാണ് എന്ന് തോന്നി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: 2 വർഷമായിട്ട് ഇദ്ദേഹം ഭാര്യയുമായി പിണക്കത്തിലാണ്. കാരണം ഇദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും. അത് കാരണം ഭാര്യ അവളുടെ വീട്ടിലാണ്. പല പ്രാവശ്യം സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചുവെങ്കിലും ഈ സഹോദരി ഭർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലാൻ തയ്യാറായില്ല. അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഉടലെടുത്തു. ഇവളെ ശരിയാക്കണം, കൊല്ലണം എന്നൊരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. അങ്ങനെ ആയുധവുമായി ഈ മകളെ കൊല്ലുന്നതിനായിട്ട് ഇദ്ദേഹം ബൈക്കിൽ ഇവളുടെ വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് വഴിയോരത്ത് നിന്ന് ഈ വചനം പ്രസംഗിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം നിന്ന് വചനം കേട്ടു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ഫോണിലൂടെ വീണ്ടും പല പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് വചനോത്സവം വാങ്ങി അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യത്തക്ക രീതിയിൽ ദൈവം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം തൻ്റെ ഉദ്യമം വേണ്ടെന്ന് വെച്ച് തിരികെ സ്വന്തം ഭവനത്തിലേക്ക് പോയി. പിന്നീട് അവർ യോജിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും, കാരണം പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സന്ദർഭത്തിൽ കൊല്ലാനായിട്ട് പോയ മനുഷ്യൻ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ അത് ഞങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്ന യേശുവിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഏകമാർഗം യേശുക്രിസ്തു മാത്രമാണ്. യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് ഈശോ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കുമുള്ള ദൗത്യമാണ് സുവിശേഷം പ്രസംഗിക്കുക. ആരോടാണെന്നില്ല, എല്ലാവരോടും, എല്ലാ മനുഷ്യരോടും, എല്ലാവരും പിതാവിൻ്റെ അടുത്ത് എത്തിക്കാൻ നമുക്ക് കടമയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എല്ലാ മനുഷ്യരും അങ്ങേ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയാനുള്ള വലിയ കൃപ അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുവിനെ ഈ ലോകത്തുള്ള സകല മനുഷ്യരും അറിയുവാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ.